വലിയ സ്നേഹമായിരുന്നില്ലേ അഫാന് നമ്മുടെ ഇളയ മോനോട് അഫ്സാനോട്? അഫ്സാനോട് ഭയങ്കര സ്നേഹമായിരുന്നു. എൻ്റെ ഇവിടെ എങ്ങനെ തന്നെയായിരുന്നു അവന്. എൻ്റെ രണ്ടുപേരുടെയും മൂന്നുപേരുടെയും നമ്മൾ മൂന്നുപേരും നല്ല സ്നേഹത്തിലാണ് കഴിയുന്നത്. നല്ല സ്നേഹമായിരുന്നു. പിന്നെ എൻ്റെ കൊച്ചിന് എന്തൊരു പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഫർസാന എന്നൊരാൾ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളല്ല. ഫർസാന പുറത്തു നിന്നുള്ള ഒരാളാണ്. ഈ ഫർസാനയുടെ കാര്യങ്ങളൊക്കെ ഉമ്മയോട് പറഞ്ഞിരുന്നു? പറഞ്ഞിരുന്നു. 2 വർഷം കൊണ്ട് അവർ പരിചയക്കാരാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല കുട്ടിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല പരിചയമാണ് രണ്ടുപേരും. ഈ ഫർസാനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നു അഫാന്? അപ്പാന് ദേഷ്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ദേഷ്യത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, ദേഷ്യമില്ലായിരുന്നു പറഞ്ഞു. ഇനിയിപ്പം എങ്ങനെ കാര്യം ജീവിതത്തിൻ്റെ താളം തെറ്റി ഉമ്മയ്ക്ക് ഇനി പേരുമലയിലെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല, പേരുമലയിലോ ഇതിൽ പോകാൻ പറ്റില്ല. എൻ്റെ കൊച്ചുങ്ങളില്ലാത്തടത്ത് ഞാൻ പോകില്ല. ഞാൻ 2 ഇടത്തും ഞാൻ പോകില്ല. എൻ്റെ 2 കൊച്ചുങ്ങളില്ലാത്തടത്ത് ഞാൻ പോകില്ല. എൻ്റെ കൊച്ചുങ്ങളുണ്ടെങ്കിലേ ഞാൻ പോവുള്ളൂ. അഫാനോട് അമ്മയ്ക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ഉമ്മയ്ക്ക് അഫാനോട് ക്ഷമിക്കാൻ എൻ്റെ പൊന്നപ്പയെ കൊന്നില്ല അവൻ. എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല. എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല. എൻ്റെ പൊന്നെ കൊന്നളഞ്ഞു. അഫ്സാനല്ലേ? അഫ്സാനെ കൊന്നളഞ്ഞു. എനിക്ക് പറ്റൂല. എനിക്ക് ക്ഷമിക്കാൻ. എൻ്റെ കൊച്ചിനെ കൊന്നളഞ്ഞു. അമ്മ, ഈ അഫാന് ഏതെങ്കിലും ഈ പൈസ ഒക്കെ കടം മേടിക്കുന്നത് എവിടെ നിന്നൊക്കെ ആയിരുന്നു? ഫോണിൽ നിന്ന് എടുക്കുമായിരുന്നു പൈസ. അതായത് എന്താ അത്? എന്താ ഫോണിൽ നിന്ന് പറയുമ്പോൾ ഫോണിൽ ആപ്പാണോ? ഫോൺ ആപ്പ്. അവിടുന്ന് പൈസ എടുക്കുമായിരുന്നു? അതെന്ന് വെച്ചാൽ അറിയാൻ വയ്യ, മറന്നുപോയി. എത്ര രൂപ എടുത്തിട്ടുണ്ട് ഉമ്മ അവിടുന്ന്? അറിയില്ല. ലോണായിട്ട് എടുക്കുമായിരുന്നു. കുറേ പൈസ എടുക്കുമായിരുന്നോ? അതും അറിയില്ല. ലോണായിട്ട് എടുക്കുമായിരുന്നു പൈസ. ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ എടുക്കുമായിരുന്നല്ലേ? അവരെന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയായിട്ടോ അല്ലോ ഉമ്മ? അല്ല, വിളിക്കുമായിരുന്നു. അന്ന് വിളിച്ചായിരുന്നു, ഫോണിൽ നിന്ന് വിളിച്ചായിരുന്നു അവർ. അതായത് ഈ ആദ്യം 24-ാം തീയതി 24-ാം തീയതി രാത്രിയും വിളിച്ചായിരുന്നു. രാത്രിയും വിളിച്ചായിരുന്നു, തലേദിവസവും വിളിച്ചായിരുന്നു, പിറ്റേന്നും വിളിച്ചായിരുന്നു. ഇപ്പം അപ്പം അഫാൻ്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു ഇവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ അടയ്ക്കാമെന്ന് പറഞ്ഞു, പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞു. തലേദിവസം വിളിച്ച് പറഞ്ഞ് ഇനി ഇത്രയും ദിവസം ഒരു കറക്റ്റ് ആയിരുന്നല്ല, പിന്നെ അടയ്ക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അടയ്ക്കാം, പിറ്റേന്ന് അടയ്ക്കാമെന്ന് പറഞ്ഞു. ഫോൺ ആപ്പിൽ നിന്നായിരുന്നല്ലേ? ഫോൺ ആപ്പാണ്. അത് തന്നെ. ടെൻഷൻ ഉണ്ടായിരുന്നു അഫാൻ ആ സമയത്ത് ഇവർ തലേദിവസം വിളിക്കുമ്പോഴൊക്കെ? ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചേ മക്കളെ അതെന്ന് വെച്ചാൽ പറഞ്ഞ് ഫോൺ ആപ്പിൽ നിന്നാണ് പൈസ എടുത്തത് എന്തെന്നാ പറഞ്ഞു തന്നിട്ട്. പിതാവിൻ്റെ ജ്യേഷ്ഠൻ നമ്മുടെ ലത്തീഫിനോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അടുത്ത് പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞാൻ സംസാരിക്കുമായിരുന്നു. എന്തിനെ കുറിച്ചായിരുന്നു സംസാരിക്കണേ? പൈസ അയച്ചു കൊടുക്കണം എന്നും പറഞ്ഞ് വീട് വിൽക്കണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. എങ്ങനെ? ആർക്ക് വീട് വെക്കണമെന്ന്? വീട് വിൽക്കണമെന്നുള്ളത്. വീട് വിൽക്കണം, നമ്മുടെ പേരുമലയിൽ വീട് വിൽക്കണമെന്ന് അത് സംസാരിക്കുമായിരുന്നു. അത് സംസാരിക്കുമായിരുന്നു. മറ്റെന്തെങ്കിലും ദേഷ്യങ്ങളൊന്നും ഇല്ലായിരുന്നു? വേറെ ഒന്നുമില്ലായിരുന്നു. നമ്മൾ സാധാരണ ഈ കുടുംബത്തിലെ നമ്മളെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. അപ്പം നമ്മുടെ അഫാൻ ഈ കുടുംബത്തിൽ ഇത്തരം പ്രശ്നം ഉണ്ടായിട്ട് അവരാരും സഹായിച്ചില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു? പരാതിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സഹായിക്കുകയും ചെയ്തായിരുന്നു. വേറുള്ളവരൊക്കെ സഹായിച്ച്.